എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുമതി വളവ്, തലവര, ലോക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സർക്കിറ്റിൻ്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആസിഫിന് നായകനായ ഒരു ചെറിയ സിനിമയായിരുന്നു സർക്കിറ്റ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ടും സർക്കിറ്റ് സിനിമ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 26-നാണ് സർക്കിറ്റിൻ്റെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സുന്ദരകണ്ഠ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴത്തെ ഇന്ന് ഹോട്ട്സ്റ്റാറിൽ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സുന്ദരകണ്ഠയുടെ മലയാളം വെർഷനും വന്നിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഓടുംകുതിര ചാടുംകുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫഹദ് ഫാസിൽ നായകനായ സിനിമയാണ് ഓടുംകുതിര ചാടുംകുതിര. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ്. പക്ഷേ റിലീസിന് മുന്നേ തന്നെ നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിർമ്മാതാക്കൾ രക്ഷപ്പെട്ടു. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. കല്യാണിയാണ് സിനിമയിലെ നായിക. സെപ്റ്റംബർ മാസം 26-ന് നെറ്റ്ഫ്ലിക്സിലാണ് ഓടുംകുതിരയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വർഷം മുന്നെയാണ് ഈ സിനിമ ഇറങ്ങിയത്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ചെക്ക്മേറ്റ്. അതുകൊണ്ട് ഒരുപാട് പേര് ചെക്ക്മേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 2-നാണ് ചെക്ക്മേറ്റിൻ്റെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു സിനിമയായിരുന്നു ബസൂക്ക. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ബസൂക്കയിലെ മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങൾ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. പക്ഷേ OTT ആണെങ്കിൽ വരുന്നുമില്ല. C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. 2 മാസം മുന്നേ ബസൂക്കയുടെ OTT വിറ്റുപോയതാണ്. ഇതുവരെ റിലീസാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ ഈ ഒരു ആക്ഷൻ സിനിമ സെപ്റ്റംബർ മാസം 26-ന് സർപ്രൈസായിട്ട് റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് ബാന്ദ്ര. കാരണം ദിലീപും തമനയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക നായകനായ സിനിമയാണ് വേല. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു വേല. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. വേല സിനിമ ഇറങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. പക്ഷേ OTTയിലെങ്കിലും കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഡൊമിനിക് OTTക്ക് പോലും വേണ്ടെന്ന അവസ്ഥയായിരുന്നു. കുറേ മാസങ്ങളായി സിനിമ റിലീസായിട്ട് ഇതുവരെ OTT അവകാശം വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒടുവിൽ ആമസോൺ പ്രൈം ഡൊമിനിക്കിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ സെപ്റ്റംബർ മാസം 30-ഓടുകൂടി ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് ഹൃദയപൂർവ്വം. മോഹൻലാലാണ് സിനിമയിലെ നായകൻ. സത്യൻ അന്തിക്കാടാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു ഹൃദയപൂർവ്വം. ഇപ്പോഴത്തെ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സെപ്റ്റംബർ മാസം 26-ന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഹൃദയപൂർവ്വത്തിൻ്റെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കല്യാണി, നസ്ലിൻ, ചന്തു തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ, ടോവിനോ തോമസ് തുടങ്ങി ഒരു നീണ്ട താരനിര തന്നെ ലോക സിനിമയിലുണ്ട്. ഇപ്പോഴത്തെ ലോക സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ മാസം റിലീസാക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി ലോക സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സിനിമ 300 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ നിൽക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് തലവര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായങ്ങൾ നേടി മുന്നോട്ട് പോയ സിനിമയാണ് തലവര. പക്ഷേ സിനിമ കാണാൻ തിയേറ്ററുകളിൽ ആളുണ്ടായിരുന്നില്ല. കാരണം അതേസമയം തന്നെ വലിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തലവര മുങ്ങിപ്പോയി. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. അർജുൻ അശോകനാണ് തലവര സിനിമയിലെ നായകൻ. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി തലവര സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യും. അവസാനത്തെ അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന സിനിമയാണ് സുമതി വളവ്. കാരണം നല്ല അഭിപ്രായമാണ് സുമതി
സുമതി വളവ് നേടിയെടുത്തത്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് സുമതി വളവ്. അർജുൻ അശോകനാണ് സിനിമയിലെ നായകൻ. ഒരുപാട് പ്രേതരംഗങ്ങൾ സുമതി വളവിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോമഡിയും. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT റിലീസാക്കാൻ പോവുകയാണ്. ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നെത്തിയിരിക്കുകയാണ്. C5 ആണ് സുമതി വളവിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ മാസം 26-നാണ് സുമതി വളവിൻ്റെ ഒഫീഷ്യൽ OTT റിലീസ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.